കൊതുകിൻ്റെ ശല്യം പറയാൻ പറ്റില്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അല്ലേ. പകലും രാത്രിയും എല്ലാം ഒരേപോലെ തന്നെയാണ്, സന്ധ്യ പറയേ വേണ്ട. അതുപോലെ തന്നെ ഈ ഒരു മഴക്കാലം ആകുമ്പോഴത്തേനും നമുക്ക് ചുമ, മറ്റ് ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങയാണ് കേട്ടോ. കുമ്പളങ്ങ പാരമുറിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ലേശം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അടിച്ചെടുത്തിട്ട് അതിനൊന്ന് അരിച്ചെടുക്കുക. ലേശം ഉപ്പും അതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഷുഗർ ഉള്ളവർക്ക്, അമിതഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കെല്ലാം ഏറ്റവും നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് നമ്മുടെ ഈ ഒരു കുമ്പളങ്ങ. ഇങ്ങനെ ഒന്ന് കുടിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചപ്പാത്തിയൊക്കെ നമ്മൾ ചുട്ട് നമ്മളിപ്പം കാസ്ട്രോളിൽ വെക്കുകയോ അല്ലെങ്കിൽ ഏത് പാത്രത്തിൽ വെച്ചാലും പെട്ടെന്ന് അതങ്ങ് ഹാർഡായിപ്പോൾ. വൈകുന്നേരം വരെയും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ. അന്നേരം നമ്മൾ നേരെ കാസ്ട്രോളിൻ്റെ അടിയിൽ നമ്മളിതുപോലെ ഒരു കോട്ടൻ്റെ ടവൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തി മടക്കി വെക്കുകയാണ്. എന്നിട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് കവറാക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി എത്ര നേരം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയാലും രാത്രി ആയാലും ആ ചപ്പാത്തി നമ്മൾ ചുട്ട പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതേ ഒരു ടേസ്റ്റും കിട്ടുകയും ചെയ്യും കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇനി മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുത്തി ചുമ, ജലദോഷം, അല്ലെങ്കിൽ നമുക്ക് വായിക്കൊരു ടേസ്റ്റ് ഇല്ലാതെ വരുന്ന അവസ്ഥയൊക്കെ വരും. ജലദോഷമൊക്കെ സർവ്വസാധാരണമാണല്ലോ. എന്നിട്ട് നമുക്ക് നാടൻ ഇഞ്ചി കിട്ടുവാണെങ്കിൽ ഇപ്പോൾ 3-4 കഷ്ണം എടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആ ഒരു അരച്ചതിന് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരച്ച് നമുക്കിതിലേക്ക് നാടൻ ഇഞ്ചി തന്നെ എടുക്കണം കേട്ടോ. അരച്ച ഇഞ്ചി മൊത്തമായിട്ട് ഒന്നെങ്കിൽ പിഴിഞ്ഞോ അല്ലെങ്കിൽ ഇതുപോലെ അരച്ചോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരച്ചങ്ങ് ചേർക്കുകയാണ്. പിന്നെ ശർക്കര പാനിയാക്കിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ പലരും പല രീതിയിലാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. പിന്നെ അരമുറി നാരങ്ങ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നുണ്ട്. ഞാനിപ്പോൾ അരമുറി നാരങ്ങ മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രഷായിട്ട് പൊടിച്ചായിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അതിനാണ് ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ശുദ്ധമായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല, നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നമ്മുടെ മഞ്ഞപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ. കുറച്ച് നമ്മളിത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ പൊന്തി വരണം. ഇപ്പോൾ അത് ഇങ്ങനെ ചിതറിപ്പോയില്ലേ, അത് കറക്റ്റ് പാകമല്ല. അത് നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പല രീതിയിൽ സ്റ്റോർ ചെയ്യും. നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് വെച്ചാൽ ഇഞ്ചി മുട്ടായി രീതിയിൽ വരുന്നതാണ് കേട്ടോ. ഇതിപ്പം കുറച്ച് ഒരുപാട് അങ്ങ് തിക്കാവേണ്ട, ചെറുതായിട്ട് ലൂസായിട്ടാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമ്മളിത് ഇഞ്ചി മുട്ടായി രീതിയിലോട്ടെന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് കിട്ടണം. നല്ല തിക്കായിട്ട് വരുമ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ അതുപോലെ ഹാർഡായിട്ട് വേണം നമ്മൾ തയ്യാറാക്കാനും വേണ്ടി. ഇപ്പം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഴയില നല്ലപോലെ കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതാണ്. ലേശം എണ്ണ വേണമെങ്കിൽ ഒന്ന് തേച്ചേര്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു വാഴയിലേക്കകത്ത് നിറയെ ചെറിയ പീസുകളായിട്ട് വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് അധികം പൊടിയോ അഴുക്കൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്താൽ മതി. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ തന്നെ ഈ ഒരു വാഴയിൽ നിന്ന് ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിലിനകത്താക്കിയിട്ട്, വെള്ളം നനവില്ലാത്ത ബോട്ടിലിനകത്താക്കിയിട്ട് നേരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നല്ലപോലെ ഉണങ്ങിയ കുഴപ്പമില്ല, പുറത്ത് സൂക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലതാണ്. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചുമയ്ക്കും, അതുപോലെ തന്നെ ജലദോഷം അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മാവ് ആ ഒരു കറക്റ്റ് രീതിയിലാവാൻ പറ്റിയ ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അന്നേരം മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ ഉഴുന്ന് കുതിർത്തിട്ട് അതിലേക്ക് ഐസിട്ട്, വെള്ളത്തിന് വരെ ഐസിട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മാവ് കറക്റ്റ് ആണോ എന്ന് അറിയുന്നുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ പൊന്തി വരുവാണെങ്കിൽ ആ ഒരു മാവ് കറക്റ്റ് രീതിയിലോട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉഴുന്നോടയ്ക്ക് നമ്മൾ ചേർക്കുന്ന ഇഞ്ചി, അതിൻ്റെ കൂട്ടത്തിൽ സവാളയോ ചുമന്നുള്ളിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ചിലർ നല്ല മുളക് ചതച്ച് ചേർക്കും, അല്ലെങ്കിൽ മൊത്തമായിട്ട് ചേർക്കുന്നവരാണ്. പിന്നെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ഉപ്പ് ചേർക്കുക. ഉള്ളിയും ഉപ്പും കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്നത് വെള്ളമായിപ്പോൾ കേട്ടോ, കറക്റ്റ് രീതിയിൽ കിട്ടില്ല. പിന്നെ നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഈ ഒരു ഉഴുന്നുവടയിൽ ഒരു സീക്രട്ട് റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സാമ്പാർ പൊടിയും കൂടെ ചേർക്കും കേട്ടോ. അന്നേരം അത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ ഉഴുന്നുവട തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പകരമായിട്ടുള്ളൊരു കാര്യമാണ്.
ഇനി നമ്മൾ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിനൊരു കറക്റ്റ് ഷേപ്പ് കിട്ടാനും വേണ്ടി ഉഴുന്നുവട ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ കപ്പോ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗൾ പോലുള്ളതിനകത്ത് എണ്ണയിലൊന്ന് മുക്കിയിട്ട് തണ്ട് ഇതുപോലാക്കി നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. കൈ പൊള്ളാതെ നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും. വളരെ എളുപ്പമാണ്. ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് സിങ്കിലേക്ക് ലേശം പൊടിയുപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം ഡെറ്റോളാണ് കേട്ടോ. ഡെറ്റോളും കൂടെ ഒഴിച്ചിട്ട് ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെറിയൊരു പേപ്പറാണ് ഇതിലേക്ക് കവർ ചെയ്ത് വെക്കുന്നത്. കവർ ചെയ്ത് വെക്കുമ്പോഴത്തേന് ആ ഒരു പാറ്റ, പല്ലി, ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യം ഒഴിവാവാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അതെടുത്ത് മാറ്റിയാൽ മതി. അന്നേരം ഈ ഒരു കാര്യം, ആ ഒരു ബാഡ് സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ മാറാനും ഈ ഒരു ചെറിയ ടിപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ ഇഷ്ടമുള്ളത് എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട്, ക്യാരറ്റ്, വെണ്ടയ്ക്ക, ക്യാപ്സിക്കം, പിന്നെ സവാള എല്ലാം എടുക്കുന്നുണ്ട്. അത് അതിനെയൊക്കെ ചെറുതായിട്ട് എടുത്ത് ഒന്ന് അരിഞ്ഞിട്ട് നമുക്കൊരു ചീനിച്ചട്ടിയിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ രാവിലെ സ്കൂളിലൊക്കെ പിള്ളേർ പോകുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചോറോ അല്ലെങ്കിൽ തോരൻ ഒഴിക്കാൻ, ചമ്മന്തി, മീൻ വറുത്ത, മീൻ കറി, അങ്ങനെ ഒരു 100 കറികൾ ചിലപ്പോൾ നമ്മൾ ഒരു സമയത്ത് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു വിടാൻ വേണ്ടി ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ എളുപ്പകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു പെട്ടെന്നൊരു ലഞ്ച് റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ, ഒട്ടും സമയമില്ലാത്ത സമയത്ത്. അന്നേരം നമ്മൾ ഇഷ്ടമുള്ള പച്ചക്കറികൾ, ഇപ്പം മിക്ക കുട്ടികളും പച്ചക്കറികളൊക്കെ കഴിക്കാൻ നല്ല മടിയാണ്. പക്ഷേ ഇതുപോലൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാം തന്നെ ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാണ്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അന്നേരം ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള മസാലകൾ ചേർക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് ലേശം മുളക് പൊടിയും വേണമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ലേശം മല്ലിപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ ഫ്രഷ് ആയിട്ടുള്ളത്, അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മുട്ട വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം ഞാൻ മുട്ടയൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ പകുതി മുക്കാലും വേവായിട്ടുള്ള ചോറാണ് ചേർത്തത്. ഇപ്പോൾ ബിരിയാണി അരിയോ അല്ലെങ്കിൽ നമ്മുടെ ചോറുണ്ടല്ലോ, ആ ചോറായാലും വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ നമ്മൾ റൈസ് തയ്യാറാക്കുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വലിയ കറികളൊന്നും വേണ്ടാതാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ഫ്രൈയോ ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു അച്ചാറോ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട്, ഒരു പപ്പടം ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് രാവിലെയൊക്കെ പണി ഒതുക്കാൻ പറ്റും. ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലോ ഒട്ടും സമയമില്ലാത്തവർക്ക്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ചോറൊക്കെ കഴിക്കാൻ നല്ല മടിയാണ്. പ്രത്യേകിച്ച് തോരനും അവിയലും ഒക്കെ കഴിക്കാൻ പാടാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി വിളിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പകരമായിട്ട് നമ്മുടെ പണി ഒതുങ്ങും, കുട്ടികൾ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിനി വളരെ സിമ്പിളായിട്ടൊരു ചിക്കൻ ഫ്രൈയും കൂടെ ചേർത്ത് സ്കൂളിൽ കൊടുത്തു വിടുന്നേ ഉള്ളൂ. വേറൊരു കറിയും നമ്മളിതിൽ ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അന്നേരം നമുക്ക് ഏത് സമയം, ഇപ്പോൾ രാവിലെ ആണെങ്കിലോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ, കുട്ടികൾ പച്ചക്കറി കഴിക്കുന്നില്ല എന്നുള്ള പരാതിയും കാണത്തില്ല, ഒന്നുമില്ല കേട്ടോ. അന്നേരം വളരെ സിമ്പിളായിട്ടൊന്ന് തയ്യാറാക്കി നോക്ക്. മിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ്, മിക്ക ആൾക്കാർ ചെയ്യുന്നതുമായിരിക്കും അല്ലേ. അന്നേരം ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഴ സമയത്ത് ഭയങ്കര കൊതുകിൻ്റെ സ്മെല്ലാണ്. ഒരു ചക്കയുടെയും അല്ലെങ്കിൽ മാങ്ങയുടെയൊക്കെ സമയമാകുമ്പോഴത്തേന് കൊതുകും ഈച്ചയും അതുപോലെ തന്നെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടു പരിസരത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറാൻ പറ്റിയ നല്ലൊരു എളുപ്പവഴിയാണ് കേട്ടോ. അന്നേരം നമ്മുടെ കറുകപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം എല്ലാം കൂടെ നമ്മളിങ്ങനെ ആ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാടങ്ങ് കരിഞ്ഞു പോകേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്നും ആ ഒരു മണം വരത്തില്ല. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അന്നേരം ഇനി ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചേർക്കാം. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുക. നമുക്ക് വീട്ടിൽ എപ്പോഴും ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഞാൻ മുമ്പ് പറഞ്ഞ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചക്കർപ്പൂരം. പലരും ചോദിക്കുന്നുണ്ട് പച്ചക്കർപ്പൂരം അല്ലാത്ത കർപ്പൂരം, നമ്മളിങ്ങനെ കടയിൽ ചോദിച്ചാൽ മതി, പച്ചക്കർപ്പൂരം തരും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അന്നേരം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഈ കർപ്പൂരത്തിൻ്റെയും അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പു, ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക തരം മണമാണ് കേട്ടോ. എന്നിട്ട് ഇനി ഇതിനെ നമ്മൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു തിരി രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഒരു കോട്ടൻ്റെ തുണി എടുക്കുക, ഇതുവരെ നിവൃത്തി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചുരുട്ടി കത്തിച്ച് സന്ധ്യാസമയത്തോ ഒരു തിരി മതി, കുറേ നേരത്തിൽ നിൽക്കുക. ആ ഒരു തീ അണഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ചെറിയൊരു പുകയും നല്ലൊരു മണവും വരും. കൊതുകിൻ്റെയൊക്കെ ആ ഒരു ശല്യം മാറിക്കിട്ടും. വീട് നിറയെ നല്ലൊരു സുഗന്ധമൊക്കെ കിട്ടാൻ നല്ലൊരു ഇതാണ് കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ ചെറിയൊരു
ടിന്നിനകത്താക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പകരമാണ്. യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ലേശം എണ്ണ ഒഴിച്ചിട്ട് വേണം കത്തിക്കാൻ കേട്ടോ. അത് ചെറുതായിട്ട് മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേന് അത് അങ്ങനെ തന്നെ ഇരിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ചിലർക്ക് ശ്വാസം മുട്ടലും അല്ലെങ്കിൽ ഈ നമ്മൾ വാങ്ങിക്കുന്ന കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ വല്ലാത്തൊരു വിമിഷ്ടമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടോ. നമ്മുടെ ജീവിതശൈലി കൊണ്ടോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രീതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ടുള്ള ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോർമോൺ ചേഞ്ചസ് അങ്ങനെ 100 പ്രശ്നങ്ങളാണ് മുടി പൊഴിച്ചിലിനും മുടി നരയ്ക്കുന്നതിനും താരനൊക്കെ കാരണങ്ങൾ. നമ്മളിപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ്. ഒരുപാട് പേര് പലതവണ ചോദിച്ച് നമ്മൾ അങ്ങനെ തയ്യാറാക്കിയ നമ്മുടെ അനാർക്കലി ഹെയർ ഓയിലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് പേർക്കറിയാം, എന്നാലും ഒന്ന് പറഞ്ഞോളട്ടെ. അനാർക്കലി ഹെയർ ഓയിൽ താരൻ, ചൊറിച്ചിൽ, ആകാരനിര വരാതിരിക്കാൻ, അതുപോലെ തന്നെ മുടി ഏത് പ്രായക്കാർക്ക് നല്ലപോലെ തഴച്ച് വളരാനും നല്ല ഉറക്കം കിട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഓയിലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. ആഞ്ചനക്കല്ല്, ദന്തപാല, ബ്രഹ്മി, വെള്ളചന്ദനം അങ്ങനെ തുടങ്ങി കറ്റാർ വാഴ, നാടൻ നെല്ലിക്ക, ഒരുപാട് നാട്ടുമരുന്നുകൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ലപോലെ കഴുകി വെള്ളം നനവെല്ലാം മാറ്റി അരച്ച് നല്ല ആട്ട് വെളിച്ചെണ്ണ തയ്യാറാക്കുന്ന നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. മുടിയുടെ എല്ലാ പ്രശ്നത്തിനും നല്ലൊരു പരിഹാരമാണ്. യാതൊരു വിധമായ കെമിക്കലും ചേരുന്നില്ല എന്നുള്ളതാണ് ഈ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. അത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.